A+ട്യൂബിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ചാനലാണ്. നിരവധി ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കുമായി ഞങ്ങളെ നേരിട്ട് സമീപിക്കുന്നുമുണ്ട്. വളരെ വളരെ സന്തോഷം. ഇന്ന് പ്രധാനമായും ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ പ്രധാനമായും റവന്യൂ ഡിവിഷണൽ ഓഫീസർമാർ, RDOമാർ, അതുപോലെ ഭൂമി തരംമാറ്റം അനുവദിച്ചു കൊടുക്കുന്ന അപേക്ഷ പ്രോസസ്സ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെല്ലാം നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ്. ഇത് ഒരു ഹൈക്കോടതി വിധിയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച സുപ്രധാനമായ ഒരു ഉത്തരവാണ്. ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് അത് അറിയാൻ ആഗ്രഹിക്കുന്നവരും അതിനെക്കുറിച്ച് ഹൈക്കോടതിയുടെ ഇടപെടലുകൾ അറിയാൻ ആഗ്രഹിക്കുന്നവരും പൂർണ്ണമായും ഈ എപ്പിസോഡ് കാണുക. കാരണം ഒരു RDOയെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ പശ്ചാത്തലവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷയമാക്കിയിരിക്കുന്നത്. ഈ RDOയുടെ പേര് VE അബ്ബാസ് എന്ന വ്യക്തിയാണ്. ഈ RDO മൂവാറ്റുപുഴ RDOയും ആണ്. ഇത് എന്താ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, മനു ആൻ്റണി എന്ന് പറയുന്ന സൗത്ത് ചിറ്റൂരിലെ അപേക്ഷകൻ തൻ്റെ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കുന്നത് നമുക്കറിയാം. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കണം. അങ്ങനെ മൂവാറ്റുപുഴ RDOയ്ക്ക് ഈ മനു ആൻ്റണി അപേക്ഷ കൊടുത്തു. ഈ VE അബ്ബാസ് എന്ന് പറയുന്ന RDO അത് തള്ളിക്കളഞ്ഞു, അപേക്ഷ നിരസിച്ച ഉത്തരവുമായി, അപ്പീലുമായി ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഹൈക്കോടതി, ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഡേറ്റാ ബാങ്കിൽ ഫോം നമ്പർ 5 നൽകിക്കഴിഞ്ഞാൽ അതിനുള്ള അപ്പീൽ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലേക്ക് തന്നെ വരണം. ആ ഫോം നമ്പർ 6 അങ്ങനെ വേണ്ട, നമുക്ക് അപ്പീൽ കൊടുക്കാം. പക്ഷേ അതൊക്കെ വേറെ എപ്പിസോഡിൽ പറഞ്ഞതുകൊണ്ട് ഇതിൽ ആവർത്തിക്കുന്നില്ല. എന്തായാലും മനു ആൻ്റണി കൊടുത്ത അപ്പീൽ ഹൈക്കോടതി അനുവദിച്ചു. ഹൈക്കോടതി എന്നിട്ട് കൊടുത്ത ഉത്തരവിൽ RDOയുടെ നിർദ്ദേശം കൊടുത്തത്, നിങ്ങൾ നിരസിച്ചതിൻ്റെ കാരണമെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങൾ പുതിയ ഉത്തരവ് ഈ മനു ആൻ്റണിക്ക് കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ മുൻ ഓർഡർ സെറ്റ് അസൈഡ് ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഉത്തരവിട്ടത്. ഇങ്ങനെ ഹൈക്കോടതി കൊടുക്കുന്ന ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് ഓർഡറിൽ കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു നിശ്ചിത ഫോർമാറ്റിലുള്ള ഒരു നിരസിക്കൽ ഓർഡറാണ് പല RDOമാരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൃഷി ഓഫീസറുടെ റിപ്പോർട്ടിനെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിനെയൊക്കെ ഡിറ്റോ ആക്കിക്കൊണ്ട് അയാൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു, ഇയാൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു, അതുകൊണ്ട് നിരസിക്കുന്നു എന്ന ഒരു രീതിയാണ്. പക്ഷേ നിരസിക്കുമ്പോൾ വ്യക്തമായ കാരണങ്ങൾ, നിയമപരമായ കാരണങ്ങൾ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കണം എന്നുള്ളത് മുൻപും ഹൈക്കോടതി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നവംബറിൽ സ്പെസിഫിക്കായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുപോലുള്ളൊരു ഉത്തരവ് കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷേ എന്നിട്ടും ഈ വ്യക്തി, അതായത് RDO VE അബ്ബാസ് അത് അനുസരിച്ചില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് RDO, ഗസറ്റഡ് റാങ്കിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഹൈക്കോടതിയുടെ ഉത്തരവ് അനുസരിച്ചില്ല. തുടർന്ന് മനു ആൻ്റണി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കൊടുത്തു ഒന്നാന്തരം ഒരു ഉത്തരവ്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ആണ് ഇപ്പോൾ ഈ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട ഈ ഹൈക്കോടതിയിലെത്തുന്ന അപ്പീലുകൾ പരിശോധിക്കുന്ന, റിട്ട് അപ്പീൽ പരിശോധിക്കുന്ന കോടതി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം SHO മൂവാറ്റുപുഴയ്ക്ക് ഒരു ഓർഡർ കൊടുത്തു. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു. ഈ VE അബ്ബാസ് എന്ന് പറയുന്ന RDOയെ ചില കണ്ടീഷൻസ് കൂടി ഈ കോടതി വെച്ചു. ഒന്ന്, അദ്ദേഹം ഈ സത്യവാങ്മൂലം നൽകണം. വ്യക്തമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു അഫിഡാവിറ്റ് അയാൾ നൽകണം. അല്ലെങ്കിൽ അയാൾ ആ ഓർഡർ കൃത്യമായും കംപ്ലൈ ചെയ്തിരിക്കണം, ഹൈക്കോടതിയുടെ മുൻ ഓർഡർ കംപ്ലൈ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക, അല്ലെങ്കിൽ ബോണ്ട് ഹാജരാക്കണം ഇദ്ദേഹം.
അങ്ങനെയാണെങ്കിൽ ബോണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഈ ഉത്തരവിനെ സംബന്ധിച്ച് പിന്നീട് പുനർചിന്തനം നടത്തും. എന്തായാലും മനു ആൻ്റണി എന്ന് പറയുന്ന അപേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ പോയതിൻ്റെ ഫലം കണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി ഒരു ഉത്തരവ് സെറ്റസൈഡ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ അതിനകത്ത് ഹൈക്കോടതി ഒരു മെരിറ്റ് കാണും, തീർച്ചയായിട്ടും കാണും. അപേക്ഷകൻ കൊടുത്തിരിക്കുന്ന അപ്പീലിനകത്ത് പറയുന്ന കണ്ടന്റിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രേയറിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും കോടതി എത്തുന്ന നിഗമനങ്ങൾ ഈ RDOമാർക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്താണ് കോടതിയുടെ ട്രൂ സ്പിരിറ്റ്, കോടതി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് RDOമാർക്ക് ഉത്തരവ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷേ അങ്ങനെ മനസ്സിലാക്കിയിട്ടും ആ ഉത്തരവിനെ കംപ്ലൈ ചെയ്തില്ല എങ്കിൽ ഈ നാണം കെട്ട പരിപാടിക്ക് ഈ VE അബ്ബാസ് എന്ന് പറഞ്ഞ RDOയ്ക്ക് പോകേണ്ടി വരില്ലായിരുന്നു. വലിയ വാർത്തയാണ് മീഡിയാസ് കൊടുത്തത്. RDOയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി ഉത്തരവ് എന്ന തലക്കെട്ടോടു കൂടിയാണ് പ്രധാന മലയാള മാധ്യമങ്ങളൊക്കെ ഈ വിവരം റിപ്പോർട്ട് ചെയ്തത്. കാരണം അതൊരു പ്രധാന വാർത്ത തന്നെയാണ്. സാധാരണ രീതിയിൽ കോടതി അത്രത്തോളം ഉള്ള ഒരു ഹർട്ടിംഗ് സ്റ്റേജിലേക്ക് പോവില്ല. പക്ഷേ കോടതി പറഞ്ഞിട്ടും കോടതി റിമൈൻഡ് ചെയ്തിട്ടും ഈ RDO അനുസരിച്ചില്ല എന്ന് പറഞ്ഞാൽ കോടതിയോട് കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനമാണ്. ശരിക്കും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടൊക്കെ വരുമ്പോഴാണ് ഈ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം അറസ്റ്റ് വാറണ്ട് വരെ പുറപ്പെടുവിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അതല്ല. ഒരു റിട്ടപ്പീലിൽ തന്നെ ഹൈക്കോടതി അത് പറഞ്ഞിരിക്കുന്നു. കാരണം ശ്രീ PV കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ജസ്റ്റിസ് വളരെ നന്നായിട്ട് റീസണബിളായിട്ട് ഓർഡർ ഇടുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ കോടതിയിൽ നിന്നും തീർച്ചയായിട്ടും അഭിഭാഷകരായ ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ല സമീപനമാണ് കിട്ടുന്നത്, നല്ല ഉത്തരവുകൾ കിട്ടുന്ന ഒരു കോടതി എന്നാണ് പറയുന്നത്. അതായത് അഡ്വക്കേറ്റ് ഫ്രണ്ട്ലി എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു കോടതിയുടെ നിർദ്ദേശം മറികടക്കാനുള്ള ഒരു ധൈര്യം കാണിച്ച അബ്ബാസിനെ പോലുള്ള ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾക്കൊക്കെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ എന്താണോ ഹൈക്കോടതി ഉദ്ദേശിക്കുന്നതെന്ന് വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അങ്ങനെ വരികൾക്കിടയിൽ നിന്നും വായിക്കാനുള്ള വലിയ ഒരു ദുരൂഹതയൊന്നും ഹൈക്കോടതി ഉത്തരവിൽ ഉണ്ടാവില്ല. ഡയറക്റ്റായിട്ട് തന്നെ കോടതി പറയും ഇതെന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായും കോടതി പറയും. എന്നിട്ട് പോലും അത് അനുസരിച്ചില്ലെങ്കിൽ ഇതൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് പറഞ്ഞത്. നിങ്ങൾ നിരസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു അപേക്ഷ നിരസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എന്തുകൊണ്ട് നിരസിച്ചോ അതിനെ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള കാരണങ്ങൾ അതിൽ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരിക്കണം എന്ന് വ്യക്തമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ നടക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത്. അതുകൊണ്ടാണ് ഹൈക്കോടതിക്കൊക്കെ ശക്തമായ ഇടപെടൽ വേണ്ടി വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 4 ഈ കേസ് വച്ചിരിക്കുകയാണ്. അതിനിടയിൽ തീർച്ചയായും ഈ RDO അദ്ദേഹം ഒന്ന് ഈ ബോണ്ട് വെക്കും, ഇല്ലെങ്കിൽ വീണ്ടും ആ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ച് സ്പീക്കിംഗ് ഓർഡറിൽ ഉത്തരവ് കൊടുക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്താൽ അദ്ദേഹത്തിന് നല്ലത്, അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗസ്ഥരിൽ നിന്നും നല്ല സമീപനം കിട്ടിയില്ല എങ്കിൽ ഇടപെടാൻ ഹൈക്കോടതി ഉണ്ട്, ഇടപെടുകയും ചെയ്യും, ഇടപെട്ടിട്ടുമുണ്ട്, ഇടപെടുകയും ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഈ ഭൂമി തരംമാറ്റവുമായി പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലുകളൊക്കെ തന്നെ ഈ ചാനലിൽ ഇനിയും ഉണ്ടാകും. മാത്രമല്ല പ്രധാനപ്പെട്ട ചില ഉത്തരവുകൾ തന്നെ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉണ്ട്. അതും തുടർന്നുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ അതൊരു പ്രൊമോഷനായി യൂട്യൂബ് കൺസിഡർ ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. അതുകൂടി ചെയ്യുക. കാരണം ഭൂമി തരംമാറ്റം അറിയാൻ ആഗ്രഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. എത്രയോ ആളുകളാണ് ഞങ്ങളുമായി ബന്ധപ്പെടുന്നത്. കാരണം അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ജനം ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നത്. ഉദ്യോഗസ്ഥർ ജനങ്ങളെ പന്താടുന്നു, എല്ലാവരും അല്ല കേട്ടോ. മിക്കവാറും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ നല്ല സമീപനത്തോടു കൂടി പോകുന്നുണ്ട്. പക്ഷേ പലരും നിയമത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ആളുകളെ നിരാശരാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഒരു അപേക്ഷ പാസ്സാക്കാം എന്നുള്ളതല്ല, എങ്ങനെ ഒരു അപേക്ഷ നിരസിക്കാം എന്നുള്ളതാണ്. ഈ കൊറീസ് ഇടുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് മുമ്പ് പല ചീഫ് സെക്രട്ടറിമാരുൾപ്പെടെയുള്ള IAS പറയാറുണ്ട്. കൊറീസ് ഒഫീഷ്യൽസ് എന്ന് പറയും. അതാണ് ചിലരുടെ വിനോദം.
ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, ജനങ്ങളെ സഹായിക്കുകയല്ല. എന്തായാലും ഇത്തരം എപ്പിസോഡുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നന്ദി.